അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഷെജിൽ ആ കാര്യം ഓർത്തു. ഒരിക്കൽ പോലും അവൾ രാജേഷിൻ്റെ കൂടെ പോകാൻ പാടില്ല. റബ്ബേ, എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ വരെ അവളുടെ ആ ഒരു ബന്ധത്തിൽ നിന്നൊഴിഞ്ഞത് പാവം ഉസ്താദിനെ വിചാരിച്ചിട്ടാണ്. പാവം ഉസ്താദ്, അദ്ദേഹം വളരെയധികം നല്ലൊരു പാവം മനുഷ്യനാണ്. റബ്ബേ, അദ്ദേഹത്തെ ചതിച്ച് അവൾ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണീര് തട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തിനാ റബ്ബേ ആ പാവ മനുഷ്യനെ അവൾ ചതിക്കുന്നത്? എനിക്ക് സീനത്തിനോട് ഇഷ്ടമായിരുന്നു ഒരുപാട്. അതെ, പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. പക്ഷേ പിന്നീട് അവളെ കണ്ടപ്പോൾ, ഉസ്താദിനെയും അവളെയും ഒരുമിച്ച് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമായി. പഠിച്ചവനെ, സീനത്തിൽ നീ നല്ല ബുദ്ധി കൊടുക്കുക റഹ്മാനെ. അത് മാത്രമായിരുന്നു ഷെജിലിൻ്റെ ചിന്തകൾ. ഉമ്മ പറഞ്ഞു, മോനെ എന്താ പറ്റിയത് എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവന് വാക്കുകളുണ്ടായിരുന്നില്ല. ഇല്ല, കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിനിടപെടുന്നു? അതെ, അവളോട് ഞാൻ വീണ്ടും പറഞ്ഞു, മോളെ സീനത്തെ, നീ ദയവായി ഇതിൽ നിന്ന് പിന്മാറണം. ഒരിക്കൽ പോലും നിനക്ക് നല്ലൊരു ഭാവി ലഭിക്കുന്നില്ല. അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ മോളെ, നിൻ്റെ ജീവിതം നശിച്ചു പോവും മോളെ. നീ ദയവായി അവൻ്റെ കൂടെ കൂടരുത്. വീണ്ടും എന്നെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ, നിനക്കുള്ള പണി ഞാൻ തരും. അപ്പോൾ തന്നെ രാജേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. അതെ, എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് പരിഹാരം നോക്കേണ്ടി വരും. എൻ്റെ പെണ്ണിനെ ആരെ ശല്യം ചെയ്യുന്നത്? അവനക്കുള്ളത് ഞാൻ കൊടുക്കാലോ. എന്നാൽ അന്ന് ഷെജിൽ തിരിച്ചു പോകുമ്പോൾ തന്നെ ഒളിഞ്ഞിരിക്കുന്ന രാജേഷ്, അവൻ്റെ ബൈക്ക് തടഞ്ഞ് അവൻ, എന്താടാ ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിനിടപെടുന്നത്? എന്ത് കാര്യമുണ്ട് അതിന്? നിനക്ക് എന്താണ് അരോചകമായിട്ടുള്ളത്? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അവൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എന്താ നീ എന്തിനത് എതിർക്കുന്നത്? നിനക്ക് എന്ത് കിട്ടാനാ ഇതുകൊണ്ട്? ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കും, തടയാൻ നീ ആര്? നിനക്കെന്താ? നിനക്ക് എന്തിൻ്റെ കേടാ? രാജേഷ് അത് പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ നേരെ വന്നത്. എന്നാൽ ഷെജിലും വിട്ടുകൊടുത്തില്ല. അതെ, നിങ്ങളൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കരുത്. അതൊരു ഉസ്താദിൻ്റെ ഭാര്യയാണ്. ദയവായി നിങ്ങൾ അവളെ വെറുതെ വിടണം. ഓഹോ, വക്കാലത്തിന് വന്നാണല്ലേ? അതെ, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എൻ്റെ ഇഷ്ടം അവളുടെ ഇഷ്ടം, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും. അത് പറയാനും ചോദിക്കാനും ഒരാൾക്കും ഇവിടെ അധികാരമില്ല. അധികാരമുള്ള ഒരാളുണ്ട്. രാജേഷ്, നിങ്ങൾ ദയവായി ആ പെണ്ണിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഞാൻ ഉപദ്രവിക്കേ? അവൾക്ക് സ്നേഹം മാത്രം ഞാൻ വാരിക്കോരി കൊടുക്കുന്നതാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ ടൈമിന് കോലം മാറുന്ന ആളുകളല്ല ഞങ്ങളൊന്നും. രാജേഷ്, ദയവായി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തരുത്. എന്താണ് നീ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അവളുടെ ഭാവി ജീവിതം തകർക്കരുതെന്ന്. ഒരു പക്ഷേ അത് തകർന്നു കഴിഞ്ഞാൽ അവൾ, എന്താ നിനക്ക് അവളെക്കുറിച്ച് ഇത്ര വേദന? എനിക്ക് അവളെക്കുറിച്ച് മാത്രമല്ല, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ഭർത്താവുണ്ട്. അദ്ദേഹത്തെ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. ദയവായി. നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളും ഫാമിലിയും ഒന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ടാവും, പെൺകുട്ടികൾ. അങ്ങനെ നോക്കിയാൽ പോരെ? ഷെജിൽ കഴിയുന്ന പരമാവധി പറഞ്ഞു നോക്കി. അതെ, ഞങ്ങളെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ? പിന്നെ ഈ ഒരു പേരും പറഞ്ഞ് അവളുടെ പിന്നാലെ എങ്ങാനും കൂടിയാലുണ്ടല്ലോ, വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ തടി ബാക്കിയാക്കി തരും. പക്ഷേ ഇല്ലാതാക്കിയിരിക്കും ഈ ഒരു ഭൂമുഖത്ത് നിന്ന്, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെജിലിനെ പൊതിരെ തല്ലുകയാണ്. എന്നാൽ അവനും അടങ്ങി നിന്നില്ല. അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനും എതിർത്ത്, ഇല്ല, ഞാൻ മരിച്ചാലും ശരി, ഒരിക്കൽ പോലും സീനത്തിനെ ഞാൻ വിട്ടുതരില്ല, അതിന് സമ്മതിക്കില്ല. എനിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരിക്കലും ആ ഉസ്താദിനെ വേദനിപ്പിക്കരുത്. അതിന് വേണ്ടിയിട്ട് നിനക്കെന്താണ് അതിൽ റോള്? നിനക്ക് മറ്റേ പണിയുണ്ടല്ലേ? വേറെ വല്ലതും ഉദ്ദേശത്തിലാണ് നീ ഇതിന് ഒരുങ്ങുന്നതെങ്കിലേ നിന്നെ മാത്രമല്ല, നിന്നെ അവളെയും ഒരുമിച്ചങ്ങില്ലാതൊക്കെ എനിക്ക് കഴിയാനിട്ടല്ല. ശരിക്കും ഷെജിലിന് സങ്കടമാണ് വന്നത്. രാജേഷ്, നിങ്ങൾ ഒരിക്കൽ പോലും ചെയ്യുന്നത് ശരിയല്ല, ഒട്ടും. ഒരിക്കൽ പോലും അവളുടെ അരികിലേക്ക് ഇനി വരരുത്. ഒന്ന് പോടാ അവിടുന്ന്. അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ആ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അവനെ അതാ പൊതിരെ തല്ലുന്നു. അവന്
ഒരു നിമിഷം ബോധം വരെ നഷ്ടപ്പെട്ടു കിടക്കുന്ന ആ ഒരവസ്ഥയായിപ്പോയി. രാജേഷിനോട് കളിച്ചാൽ ഇതായിരിക്കും. ഇനി അടുത്ത കളിക്ക് നീ ഒരുങ്ങുകയാണെങ്കിൽ നിന്നെ ഇവിടെ ഭൂമി ഒരിക്കലും കാണിക്കില്ല. താഴേക്കങ്ങൾ പോകേണ്ടി വരും. മനസ്സിലായല്ലോ? അവൻ്റെ നെഞ്ചിലൂടെ ചവിട്ടി അരച്ചുകൊണ്ട് രാജേഷ് ബുള്ളറ്റിൽ കയറി കുതിച്ചു പാഞ്ഞു. ഒരു സതുപദേശി വന്നിരിക്കുന്നു. അപ്പോൾ തന്നെ സീനത്തിനെ വിളിച്ചു. ഹലോ ബേബി. ഹലോ. പിന്നെ നിന്നെ പിന്നാലെ ഒന്ന് ശല്യം ചെയ്യുന്ന ആളുടെ ശല്യം ഇനിയുണ്ടാവില്ല. എന്താ? എന്തു പറ്റി? അവന് കിട്ടാനുള്ള കൊടുത്തിട്ടുണ്ട്. അവൾ ഞെട്ടിപ്പോയി. എന്താ ചെയ്തത്? 2 കൊടുത്തു. അതന്നെ. അതിൻ്റെ അപ്പുറത്തൊക്കെയായിട്ട് ഇനിയും നിന്നെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവൻ ഞാൻ പുറത്താക്കും. ഉറപ്പാണ്. അവൻ ഈ ഭൂമി ഇനി കാണില്ല. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. മതി, കിട്ടാനുള്ള കിട്ടിയല്ലോ, അത് മതി. ഈ സമയത്താണ് ആക്സിഡൻ്റായി കിടക്കുക എന്നുള്ള മട്ടിൽ ആളുകൾ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും അവൻ ഹോസ്പിറ്റൽ കിടക്കയിലായതും. മോനെ മോനെ ഉമ്മാൻ്റെ കുട്ടി നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. എന്താ പറ്റിയത്? ആക്സിഡൻ്റ് ആയതാണോ? ഉമ്മയോട് അല്പം അങ്ങനെ പറയാം ആണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. അവൻ അതുമാത്രമാണ് പറഞ്ഞത്. ഒരു പക്ഷേ തന്നെ രാജേഷ് തല്ലി ചതച്ചാണെന്ന് പറഞ്ഞാൽ ഉമ്മാക്കത് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ പൊന്നുമ്മ, ഒന്നുമില്ല, കുഴപ്പമില്ല, മാറിക്കോളൂ. അല്ലാ റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക? എൻ്റെ കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നിലും പെടരുതെന്ന്. ഒന്നുമില്ല ഞാൻ ഒന്നിലും പെട്ടിട്ടില്ല. പെട്ടതിലെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഉമ്മ വിചാരിച്ചു സീനത്തിൻ്റെ ആങ്ങളെയായിരിക്കും അവനെ തല്ലിച്ചതച്ചതെന്ന്, അല്ലെങ്കിൽ സീനത്തിൻ്റെ ഭർത്താവായിരിക്കുമെന്ന്. പൊന്നുമോനെ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ സ്നേഹിക്കാനൊക്കെ പാടുണ്ടോ? ഈ എന്തിനാ എനിക്ക് പോയത്? ഉമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകളങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇല്ലമ്മ, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെന്താ മോനെ, കല്യാണത്തിന് മുമ്പ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പിന്നീട് നമ്മളേക്ക് പോകാനേ പാടില്ല. അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. പിന്നെ അവർ വേറെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ ആരെൻ്റെ കുട്ടീനെ ഉപദ്രവിച്ചത്? എനിക്ക് കുറച്ച് ചോദിക്കാനും പറയാനുണ്ട്. എൻ്റെ കുട്ടി ആരെ ഇക്കോലത്തിൽ ഉപദ്രവിച്ചതെന്ന് എനിക്കറിയണം. അപ്പോഴേക്കും ഉമ്മയുടെ അനിയത്തി ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്നാൽ മോളെ, ഞാൻ അവിടേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്. നേരെ ഏതാ ഉമ്മ പോയത് സീനത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. സീനത്തിൻ്റെ വീട് അറിയാമായിരുന്നു. അതെ, എൻ്റെ മോനെ ആദ്യമേ അവൾ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, പിന്നീട് അവരെ വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു. അന്നത്തെ എൻ്റെ കുട്ടിയുടെ ഓരോ ബുദ്ധിമോശം, അല്ലാതെന്താ. എന്നാലും ഇപ്പോഴും അതിൻ്റെ പിന്നാലെ. അപ്പോൾ തന്നെ അതാ സീനത്തിൻ്റെ വീട്ടിലേക്ക് ആ ഉമ്മ കടന്നു ചെന്ന് ബെല്ലടിക്കുന്നു. ഉപ്പയായിരുന്നു വന്നത്. പെട്ടെന്ന് അതാ ഷെജിലിൻ്റെ ഉമ്മയെ കണ്ടപ്പോൾ അറിയാം അവർക്ക്. കയറിക്കോളി നിങ്ങൾ. അതെ, എൻ്റെ കുട്ടി എന്തിനാ നിങ്ങളെ മോനൊക്കെ ഇങ്ങനെ തല്ലി ചതച്ചത്? എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? പറയാനുള്ളത് പറഞ്ഞാൽ പോരെ? ഉമ്മ, നിങ്ങളെന്തീ പറയുന്നത് മനസ്സിലായില്ല. പെട്ടെന്ന് ആങ്ങളെയും അങ്ങോട്ട് വന്നു. മോനെ, എൻ്റെ കുട്ടീനെ ഇങ്ങനെ തല്ലി ചതച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ, നിങ്ങളെന്തീ പറയുന്നത്? പെട്ടെന്ന് ഉമ്മയും ഓടി വന്നു. അല്ലാ, ഇത് ഷെജിലല്ലേ, നമ്മുടെ പെണ്ണിൻ്റെ മോളുടെ ആദ്യത്തെ. കയറി വയ്ക്കി, ഇവിടെ നിന്നിട്ട് പറയാം. ഇരിക്കൊന്നും വേണ്ട. എൻ്റെ കുട്ടി ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യമാണ്. എൻ്റെ കുട്ടീൻ്റെ കാലും കയ്യും തലക്കൊക്കെ നല്ല പരിക്കുണ്ട്. ആ ഉമ്മക്ക് പറയുവാൻ കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്ന് അതാ സീനത്തിൻ്റെ ആങ്ങള. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എന്താ നിങ്ങളുടെ മനു പറ്റിയത്? നിങ്ങളെന്തിനാ അറിയാത്ത പോലെ അഭിനയിക്കണ്? നിങ്ങളുടെ കുട്ടിയെ തല്ലി ചതച്ചില്ലേ എല്ലാവരും കൂടെ? ഉമ്മ, നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എനിക്ക്. എന്താ നിങ്ങളുടെ മോന് പറ്റിയത്? ഒന്ന് വന്ന് നോക്കി, ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുന്ന രംഗം. എൻ്റെ കുട്ടി എന്തിനിങ്ങനെ ഉപദ്രവിച്ചത് നിങ്ങളെല്ലാവരും കൂടെ? ശരിക്കും ഉമ്മയും ഉപ്പയും അതാ സീനത്തിൻ്റെ ആങ്ങളയുടെ മുഖത്തേക്ക് നോക്കി. മോനെ, എന്തിനാടാ അവനിപ്പോൾ? ഉമ്മ, ഒരിക്കലും ഇല്ലമ്മ, ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടുന്ന് പോയത് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ബാംഗ്ലൂർ പോയതല്ലായിരുന്നോ? എന്തുമ്മ നിങ്ങളീ പറയുന്നത്? അവന് ശരിക്കും സങ്കടമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. പൊന്നു മോനെ, ഞങ്ങളങ്ങോട്ട് വരാം. ഞങ്ങളെ മകൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കണമെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപരിഹാരം തരാം.
ഇക്ക വണ്ടി എടുക്കി. ഉമ്മയും ഉപ്പയും അപ്പോൾ തന്നെ വണ്ടിയിൽ കയറി. ഉമ്മ ഞാനും വരുന്നു. എന്തിന്? നീയല്ലേ അവനങ്ങനെ ചെയ്തത്? ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു കുറ്റപ്പെടുത്തൽ കൂടി കേട്ടപ്പോൾ സീനത്തിൻ്റെ ആങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇല്ലമ്മ, ഞാനൊരിക്കലും അല്ല. എന്നാൽ നീ കയറ്, ധൈര്യമുണ്ടെങ്കിൽ വണ്ടി കയറ്. ഉമ്മ ഞാൻ കയറല്ല, ഞാൻ തെറ്റ് ചെയ്തിക്കണമെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയും. പക്ഷേ ഇല്ലാത്ത കുറ്റത്തിന് എന്നെ നിങ്ങൾ ഇരയാക്കുന്നത് ശരിയല്ല. അപ്പോൾ തന്നെ അതാ അവരും വണ്ടിയിൽ കയറി നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. ആ ഉമ്മ ഷെജിലിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ കുട്ടീൻ്റെ കോലം കണ്ടില്ലേ? എൻ്റെ കുട്ടി ആരോടും കൊണത്തിനും പോയില്ല, ദോഷത്തിനും പോയില്ല. ഇപ്പം അങ്ങനെ നിൽക്കലാണ് എൻ്റെ കുട്ടി. ശരി, എൻ്റെ കുട്ടീനെ കുറച്ച് തെറ്റൊക്കെ പറ്റിയിരിക്കുന്നു. ഒക്കെ മാപ്പ് ചോദിച്ചതാണല്ലോ, എല്ലാം മാപ്പ് ചോദിച്ചതാണ്. പക്ഷേ പിന്നീട് എൻ്റെ കുട്ടി ഒരു തെറ്റിലേക്കും പോയിട്ടില്ല. പെട്ടെന്ന് സീനത്തിൻ്റെ ആങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. എന്തിനാ മോനെ എൻ്റെ കുട്ടി എങ്ങനെ ഉപദ്രവിച്ചത്? ആ ഒരു വാക്ക് കേട്ട് സീനത്തിൻ്റെ ആങ്ങൾ ഞെട്ടി. പറയും പോലെ തന്നെ അതാ ഷെജിലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. കയ്യിനും കാലിനും തലക്കും. അവൻ ശരിക്കും ബോധം പോലും ഇല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. ആ ഒരു കാഴ്ച കാണുമ്പോൾ ആരുടെ ഹൃദയം പൊട്ടിപ്പോവും. എന്തിനാണ് എൻ്റെ കുട്ടി ഇങ്ങനെ കടുപ്പം കാട്ടിയത്? ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടിയോട് എപ്പോഴും പറയലാണ്, മോനെ ഒന്നിനും ചെന്ന് ചാടല്ലേ എന്നുള്ളത്. പക്ഷെ എൻ്റെ കുട്ടിയൊക്കെ ഒഴിവാക്കിയിരുന്നു, നല്ലൊരു രീതിയിൽ ജീവിക്കുമായിരുന്നു. എന്നാൽ ആ ഉമ്മയുടെ അരികിലെത്തിക്കൊണ്ട് സീനത്തിൻ്റെ ആങ്ങളോട്, ഉമ്മ ഒരിക്കലും ഞാനല്ല ഉമ്മ, ഇതിൻ്റെ ആളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഒരിക്കലും ഉമ്മ ഇത് ഞാനല്ല, ഞാനിങ്ങനെ ചെയ്യില്ല. ഞാൻ 2 ദിവസമായി ബാംഗ്ലൂരായിരുന്നു. മോനെ പിന്നെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? എൻ്റെ കുട്ടികൾ കണ്ണുകൾ തുറന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് അവനോട് തന്നെ ചോദിക്കാമല്ലോ. അല്പസമയം അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. മോനെ, ഉമ്മ എനിക്ക് കൈകളും കാലുകളും അനക്കാൻ കഴിയണില്ല ഉമ്മ. മോനെ സാരല്ല, എൻ്റെ കുട്ടി ഒന്നും ഇങ്ങോട്ട് കണ്ണ് തുറന്ന് നോക്കിക്കാണി. സത്യം പറ, എൻ്റെ കുട്ടി ആരോ ഉപദ്രവിച്ചത്? ആരോ ഉപദ്രവിച്ചത്? ഒന്ന് പറയോ എൻ്റെ കുട്ടി ആരോ ഉപദ്രവിച്ചതെന്ന്? ഇവനാണോ, സീനത്തിൻ്റെ ആങ്ങളെയാണോ നിന്നെ ഉപദ്രവിച്ചത്? അല്ല ഉമ്മ, അല്ല, ഒരിക്കലും അല്ല. പിന്നെ ആരാടാ? നീ പറ. ഉമ്മ വേണ്ട, മനസ്സിലായില്ലേ? ഞങ്ങളെ മോനല്ല നിങ്ങളെ കുട്ടിയെ ഉപദ്രവിച്ചത്. ആരെന്തൊക്കെ തന്നെ ആയാലും നടപടി എടുത്തേ മതിയാവും. ഈ പാവപ്പെട്ട ആൺകുട്ടികൾ അങ്ങനെ വഴിയിൽ വെച്ച് തല്ലിച്ചതുക്കാന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് ആ വീട്ടുകാർക്കും ആശ്വാസമായത്. അതെ, ഒരിക്കലും ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളെ മോനുമല്ല. അയ്യോ, നിങ്ങളെ മോനിപ്പോൾ ഞങ്ങളെ മോളുമായിട്ട് ഒരു ബന്ധം അതും ഇല്ല. പിന്നെ പന്തിയോ അല്ലേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് കേട്ടോ, ക്ഷമിക്കണം. എന്നാലും അറിയണമല്ലോ. എന്നാൽ ഈ സമയം റഷീദ് വിചാരിക്കുന്നു, എങ്ങനെയെങ്കിലും ആളെ കണ്ടുപിടിക്കണം, അതെ വഴിയുള്ളൂ. നിങ്ങൾ കേസ് കൊടുത്തോ? കേസിനും കൂട്ടത്തിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എല്ലാത്തിനും വീട്ടിൽ മണ്ടിപ്പോയാൽ ഞാനൊക്കെ തന്നെയല്ലേ ഉള്ളത്. പിന്നെ പാര ഒന്നിനും പോയിട്ടില്ല. എനിക്ക് എൻ്റെ കുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. എന്നാൽ ഈ സമയം രാജേഷും സീനത്തും നല്ല കുറുകലിലായിരുന്നു. രാജേഷ് ഏട്ടാ, എന്തൊക്കെ തന്നെയാലും നിങ്ങളൊരു ആൺകുട്ടിയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് ഷെജിലിനെ നിങ്ങൾ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിലാക്കിയത്? അതെ, എൻ്റെ പെണ്ണിൻ്റെ മേത്ത് ആരെങ്കിലും കൈവെക്കുവാനോ അല്ലെങ്കിൽ ആരെങ്കിലോ എന്തെങ്കിലും എൻ്റെ പെണ്ണിനോട് പറയുവാനോ വന്നാൽ ഞാൻ അപ്പം തന്നെ അവരുടെ ഇല്ലായ്മ ചെയ്യും. എനിക്ക് അതേ ശീലമായിട്ടുള്ളൂ. ഒരുപാട് അടിച്ചു തള്ളിയിടുക എന്നതല്ല. ഇനി നെക്സ്റ്റ് ഒറ്റ വാണിങ്ങാണ് ഞാൻ കൊടുത്തത്. ഇനി മേലാൽ നിൻ്റെ കയ്യോ കാലോ അല്ലെങ്കിൽ നിൻ്റെ വാക്കുകളോ എൻ്റെ പെണ്ണിൻ്റെ മേലിൽ പതിയുകയാണെങ്കിൽ പിന്നെ ഈ ഭൂലോകം നീ കാണില്ലെന്ന്. അങ്ങനെ തന്നെ വേണം. പക്ഷേ കൊല്ലണ്ട കേട്ടോ, നല്ലോണം പൊട്ടിച്ച് വിട്ടാൽ മതി. നരകിച്ച ജീവിതം വേണം, അതാണ് വേണ്ടത്. അല്ലാതെ കൊല്ലാൻ പാടില്ലല്ലോ. കൊന്നു കഴിഞ്ഞാൽ ഈ ലോകം വിട്ട് പോയില്ലേ, പിന്നെ ഒന്നുമില്ലല്ലോ. അതിങ്ങനെ ഈ ദുനിയാവിലിങ്ങനെ നരകിച്ച് കഴിയണൊരവസ്ഥ, അതാണ് വേണ്ടത്. അത് എന്നെ ശല്യപ്പെടുത്തുന്ന എല്ലാവർക്കും വേണം. ഒരു പക്ഷേ അത് എൻ്റെ ഭർത്താവിന് മിക്കവാറും കൊടുക്കേണ്ടി വരും. കാരണം എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാലേ കൂടുതലായിട്ട് എന്നെ ഇപ്പോൾ ഉപദേശവും കാര്യങ്ങളും തുടങ്ങിയിരിക്കണം. എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തൊക്കെ തന്നെയായാലും അതാ സീനത്തിൻ്റെ ആങ്ങള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.
CCTV ദൃശ്യങ്ങൾ, എവിടെ വെച്ചാണ് അവൻ ആക്സിഡൻ്റ് ആയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുപിടിക്കുന്നു. എന്നാൽ CCTV ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വെച്ചാണ് സംഭവങ്ങളെല്ലാം നടന്നത്. ആ ഭാഗം അവൻ സന്ദർശിച്ചപ്പോൾ അതാ അവിടെ ഉപേക്ഷിച്ച് പോയ ഒരു ഇരുമ്പ് വടി, അതൊക്കെയുണ്ട്. നല്ലോണം പെരുമാറിയ കുറച്ച് പാടുകൾ, രക്തക്കറകൾ ഇവിടെയാണ് ശരിക്കും. ഇത് വൈകാതെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ തന്നെ അവൻ മറ്റൊരു കയ്യാങ്കളിക്ക് ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. തെളിവുകൾ ശേഖരിക്കാൻ അല്ലെങ്കിലും ആങ്ങളും എടുക്കും തന്നെയാണ്. എന്തായാലും കണ്ടുപിടിക്കുക തന്നെ ചെയ്തിരിക്കും. അപ്പോൾ തന്നെ അതാ സീനത്തിനെ വിളിക്കുന്നു. ഹലോ, ഇക്ക, എന്താ നിലപാട്? സുഖല്ലേ? സുഖാണ്. അല്ല, ക്ലാസ്സില്ലേ? ക്ലാസ്സൊക്കെ ഉണ്ട്. പോകുന്നില്ലേ? പോകണം. ഓക്കെ. എപ്പോഴാണ് പോകുന്നത്? ഇന്ന് ഞാൻ കൊണ്ടുവിടാം കേട്ടോ. വേണ്ട. എന്തിന്? അല്ല, ഞാൻ കൊണ്ടുവിടാം. എന്നുമില്ലേ ഒറ്റയ്ക്ക് പോകുന്നത്? ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്? ഏത് സമയം? ഇക്കാക്ക വരുമൊന്നും വേണ്ട കേട്ടോ. വെറുതെ എനിക്കിഷ്ടമല്ല എൻ്റെ കൂടെ ഒരാളിങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി നടക്കുന്നത്. അല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനും അറിയാനും കൂടി. ഇക്കാക്ക, നിങ്ങൾ വേണ്ടാത്തത് നിൽക്കണ്ട. ഒരിക്കൽ പോലും ഞാൻ ക്ലാസ്സിന് പോകണില്ല. നിങ്ങൾ വരികയാണെന്നെങ്കിൽ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാൽ ഞാൻ വരുന്നില്ല. എന്നാൽ സീനത്ത് അന്നും പതിവ് പോലെ കോളേജിലേക്ക് പോവുകയാണ്. ആങ്ങളെയും വെറുതെ വിട്ടില്ല. അവൻ അറിയാതെ ഫോളോ ചെയ്തു. വഴിയിൽ വെച്ച് അതാ രാജേഷ്. എൻ്റെ പൊന്നെ, നീ എത്തിയോ? എത്തി. എങ്ങനെയുണ്ട് എൻ്റെ ഇടയ്ക്ക്? ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നല്ലേ? അത് വേണോ എനിക്ക്? നമ്മളെ ജീവിതത്തിന് സുഖമായി ജീവിക്കാൻ വിടാതെ എന്തിനാണ് നമ്മൾ ശല്യപ്പെടുത്തുന്നത്? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറ്റിയത്? അതെ, നമ്മുടെ ജീവിതം അത് നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ മറ്റൊരാൾക്കതിൽ കൈകടത്താനുള്ള അവകാശമല്ല. അല്ലേ? നിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിയാകാം എപ്പോഴും. എന്താ? ആയിക്കോട്ടെ. രാജേഷ് അവളുടെ തോളിൽ അറിയാതെ കൈവച്ചു. സമ്മതല്ലേ? പിന്നെന്താ, നമുക്ക് ഒരുപാട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കാണുവാൻ ആകാശത്തേക്ക് പറക്കണം. ഇങ്ങനെ പറക്കില്ല കേട്ടോ. അല്ല, നമ്മുടെ സ്വപ്നലോകത്തേക്ക് പറക്കാൻ നമുക്ക് വിമാനത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നീ സാഹിത്യമാണല്ലേ? എടി പെണ്ണേ, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ, ഒത്തിരി. പിന്നെ നീ എന്തിനാ ഷാളൊക്കെ എപ്പോഴും ഇങ്ങനെ തലയിൽ ചുറ്റിക്കെട്ടി നിൽക്കുന്നത്? ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് റിലാക്സ് ആയിക്കൂടെ? നിനക്ക് നിൻ്റെ ഈ മനോഹരമായ മുടിയെല്ലാം അഴിച്ചിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടന്നൂടെ? ഒരു പൊട്ടൊക്കെ കുത്തിയിട്ട്. പൊട്ടോ? അതൊന്നും എനിക്കിഷ്ടമല്ല. മുടി കാണിച്ച് നടക്കുന്നവൻ എനിക്കിഷ്ടമാണ്. എന്താ, മതം മാറ്റാനുള്ള ശ്രമമാണോ? അല്ല, മതം ഏതായാലും എന്താ, മനുഷ്യൻ നന്നായ പോരെ. അല്ല, നിന്നെ കാണാൻ ഈ മുടിയെല്ലാം ചുറ്റി വരിഞ്ഞ് കെട്ടുമ്പോൾ നിന്നെ കാണാൻ വേറെ ലുക്കാണ്. പക്ഷേ അത് അഴിച്ചിടുമ്പോഴോ അതിനേക്കാൾ ലുക്കാണ്. ഞാനതൊന്ന് അഴിച്ചോട്ടെ. അവളുടെ ആ മുടിയിഴകൾ അവൻ പതുക്കെ അഴിക്കുന്നു. ആങ്ങൾക്ക് അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് ചാടി വീണു. സീനത്തെ, എന്താണ് നീ ചെയ്യുന്നത്? എന്ത് ചെറ്റത്തറ നീ ചെയ്യുന്നത്? ഇതാരാണ്? അവൾ ഞെട്ടിപ്പോയി. ഇത് ഏട്ടാ, ഇക്കാക്ക എന്തിനിങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇത് നിൻ്റെ ആരാ? അതാണ് ചോദ്യം. എനിക്കതാണ് അറിയേണ്ടത്. അവൻ വിറക്കുന്ന കൈകളുമായി അവളുടെ അരികിലേക്ക്. പറയണം, ഇതാരാ? നിൻ്റെ ആരാ? ഇത് എൻ്റെ കാമുകനാണ്. കാമുകൻ? വിറക്കുന്ന കൈകളോടുകൂടി അവളുടെ മുഖത്ത് അവൻ ശക്തമായി അടിച്ചു. തൊട്ടു പോകരുത് എൻ്റെ പെണ്ണിനെ. രാജേഷും കൈവെക്കുന്നു. നിൻ്റെ പെണ്ണോ? നിൻ്റെ പെണ്ണല്ലേ? ഇങ്ങോട്ട് വാടാ. എന്നാണത് നിൻ്റെ പെണ്ണായത്? എന്താ നിൻ്റെ ഉദ്ദേശം? എൻ്റെ പെങ്ങളെ വെച്ച് നിനക്ക് എന്താണ് ഉദ്ദേശം? പറ. നീ ആ ചെറ്റ തമ്മാടിയല്ലേ? നീ ചെയ്യുന്ന ചെറ്റത്തരങ്ങൾ ഇവിടെ നാടും ഒട്ടുക്കും പാട്ടല്ലേ? അല്ലേ? പറ. അവൻ്റെ കോളർ തൊട്ടു പോരുത്, എൻ്റെ മേത്ത് തൊട്ടു പോരുത്. കോളറിൽ പിടിച്ചുകൊണ്ട് അതാ അവൻ രാജേഷിനെ പെരുമാറുകയാണ്. അതേ, പെങ്ങളെയും ആങ്ങളെയും ഇല്ലാതാക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. കണ്ടില്ലേടേ, നിന്നെ ഇല്ലാതാക്കുന്നാണ് ഇവൻ പറഞ്ഞത്. എന്തിനാണ് ഇവൻ്റെ കൂടെ കൂടുന്നത്? ഇക്കൊക്കെ പോയിക്കോളി, എനിക്ക് ഏട്ടന് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എടീ, ഇങ്ങോട്ട് മാറടി.
അവളുടെ മുടിക്കെട്ട് പിടിച്ചുകൊണ്ട് അവൻ അതാ മാറ്റുന്നു. പിന്നെ എന്താടാ നീ ആ ഹോസ്പിറ്റലിൽ തല്ലി ചതച്ചിട്ട് ആരെയാണ്? ഞാനോ? അത് നിങ്ങളെങ്ങനെ പറഞ്ഞു? നീ എന്താ വിചാരിച്ചത് എനിക്ക് തെളിവൊന്നും കിട്ടില്ലെന്നോ? അതേ, നിൻ്റെ പഠിപ്പിക്കൽ വേറൊടുത്ത് നടക്കുള്ളൂ, ഇവിടെ നടക്കൂല, അതീ മനസ്സിലായിക്കോ. ഇക്കൊക്കെ പോയിക്കോളി, ഞാൻ പറഞ്ഞില്ല പോകാൻ. എന്തിന്? നിന്നെ വിട്ട് ഞാൻ കയറടി വണ്ടിയിലേക്ക്. അവളെ അവൻ വലിച്ചിടുന്നു. തൊട്ടു പോകരുത് എൻ്റെ പെണ്ണിനെ. എൻ്റെ പെണ്ണിനെ തൊടാൻ നിങ്ങളാരാ? ഞാൻ അവളുടെ ആങ്ങളെയാണ്. എന്താ ആങ്ങളെയാണ് വേണ്ടില്ല, ബാപ്പയാണെങ്കിലും വേണ്ടില്ല. രാജേഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വന്തമാക്കിയിരിക്കും. അത് എങ്ങനെയൊക്കെ തന്നെയാലും മനസ്സിൽ ഓർമ്മ വെച്ചോ. അതെ, രാജേഷല്ല അതിനപ്പുറത്തുള്ളവരാണെങ്കിലും എൻ്റെ അടുത്ത് കളി നടക്കൂല. നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ പേരിൽ കേസുണ്ട്. നിങ്ങളല്ലേ ആ പാവൻ ചെക്കനെ തല്ലി ചതച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശല്യമായി വരുന്നവരെ തല്ലി ചതച്ചിരിക്കും, അത് നിങ്ങളടക്കം. ഓർമ്മ വേണം, രാജേഷിൻ്റെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. രാജേഷിൻ്റെ മുഖം നോക്കി അതാ ആങ്ങളെ രണ്ടെണ്ണം പൊട്ടിക്കുന്നു. അതെ, ഈ ഒരു മുഖത്തടിച്ച ഈ പാട് പകരം ചോദിച്ചിരിക്കും. വെറുതെ വിടില്ല രാജേഷ്. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കൂടാ. അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയാണ് ആങ്ങള. ഹലോ പോലീസ് സ്റ്റേഷൻ, ഈ ഒരു ക്രിമിനലിനെ ഇവിടെ വളർന്നു വിടാൻ സമ്മതിക്കരുത്. ഇവനെല്ലാവരും ഉപദ്രവിക്കുക, തട്ടിക്കൊണ്ടു പോവുക, ഇങ്ങനത്തെയുള്ള ആളുകൾ. വിളിക്കട പോലീസിനെ, വിളിക്കേ. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് ജീപ്പ് ആ ലൊക്കേഷനിലേക്ക് വരുന്നു. എന്നാൽ രാജേഷ് ചിരിച്ചുകൊണ്ടാണ് അതിൽ കയറുന്നത്. സാറേ, നീ കയറടാ. കയറി കൊണ്ടുപോയി നേരിയതാ അവളെ. അതെ, നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ കുട്ടിയെയും കൊണ്ടുപോകേണ്ടി വരും. ചിലതൊക്കെ കുട്ടി ആരുടെ കൂടെ പോകാനാണ് നിനക്കിഷ്ടം? നിൻ്റെ ആങ്ങളുടെ കൂടെ പോകണോ, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണോ എന്നൊക്കെയുള്ളത് നമുക്ക് കോടതിയിൽ വെച്ച് തീരുമാനിക്കാം. രാജേഷിനെ പോലീസ് ജീപ്പിൽ കയറ്റി അതാ കൊണ്ടുപോകുന്നു. എടി എന്തായി? നീ ഈ ചെറ്റത്തര ഈ തെമ്മാടിയോടെ കൂടെയാണ് ഈ ജീവിക്കാൻ പോകുന്നത്. നിനക്കറിയോ അവനെക്കുറിച്ച്? നിനക്കറിയില്ല. നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പോവില്ലായിരുന്നു. ഇക്കാക്കൊന്നും മിണ്ടാതിരിക്കോ? എനിക്ക് അദ്ദേഹത്തെ മതി. പെണ്ണേ, നിന്നെ ഞാൻ അടിച്ച് കൊല്ലാത്തത് എൻ്റെ ഒരു ക്ഷമ കൊണ്ട് മാത്രമാണ്. ഒരാങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവൻ ചെയ്യുന്ന പ്രവൃത്തി നീ കണ്ടിട്ടുണ്ടോ? മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ച് പാട്ടിലാക്കുക, എന്നിട്ട് സ്നേഹം നടിച്ച് പലതും വാങ്ങിക്കൊടുക്കുക. പതുക്കെ പതുക്കെ അവൻ്റെ വലയിലായി കഴിയുക. അവൻ്റെ കൂടെ ഒരു മാസം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ബിസിനസ്സാണ് പെണ്ണേ. നിന്നെ വെച്ച് ബിസിനസ് ചെയ്യും. ഓർത്തോ, സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ശക്തമായ നീ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിൻ്റെ ആങ്ങളെയാണ് ഞാൻ പറയുന്നത്. അവനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ഇവിടെ ആരില്ല. നാട്ടിലെ പ്രമുഖനായ ഒരു ഗുണ്ടയാണവന്. അത് നിനക്കറിയില്ലല്ലോ. ഇക്കാക്കൊന്ന് പോയിക്കേ. അങ്ങനെയൊന്നല്ല, രാജേഷ് ഏട്ടൻ പാവാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഡീ, നിന്നെ ഞാനുണ്ടല്ലോ. പിന്നെ വീട്ടിലേക്ക് കിടക്ക്. വണ്ടിയിൽ അവളെ ശക്തമായി കയറ്റി. ഇല്ല, ഞാൻ പോരില്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. അതെന്താ നീ വീട്ടിലേക്ക് വരാത്തത്? അവൻ്റെ കൂടെ ജയിലിൽ പോയി കിടക്കണോ? ഇല്ല, എൻ്റെ രാജേഷ് ഏട്ടനെ വിട്ട് ഞാൻ പോരില്ല. സീനത്തെ, വണ്ടിയിൽ കയറാണ് നിനക്ക് നല്ലത്. അവൾ വീണ്ടും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ കാറിലേക്കിട്ട് ലോക്ക് ചെയ്ത് അവൻ കൊണ്ടുപോകുന്നു. വീട്, എന്നെ വീട്, എനിക്ക് രാജേഷിനെ കാണണം. എനിക്ക് അവൻ്റെ കൂടെ മാത്രം കഴിഞ്ഞാൽ മതി. എനിക്ക് വേറെ ആരും വേണ്ട. നിൻ്റെ ഭർത്താവായ സോലിഹായ മനുഷ്യനായ ഉസ്താദ് ഒന്ന് പോയി തരുമോ അതിനെക്കുറിച്ച് പറയാതെ? സോലിഹ്, എനിക്കത് കേട്ടുടനെ ആ വാക്ക്. അനുഭവിക്കുമ്പോൾ അറിയാം. തൽക്കാലം നീ നമ്മളെ വീട്ടിലേക്ക് വാ, നടക്ക്. വേണ്ട, എന്നെ ഷെഫിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. എന്തിനാ? നിനക്ക് അവിടുന്ന് നിൻ്റെ താന്തോന്നിത്തരവും തോന്നിവാസവുമല്ല അവിടെ നടക്കും. ആ പാവം ഉമ്മയെ പറ്റിച്ചിട്ട് എന്തൊക്കെയോ നിൻ്റെ പരിപാടി അല്ലേ, അത് നടക്കൂല. ഇനി ഞാൻ നിന്നെ വിടില്ല. ശക്തമായി അവളോടുള്ള ആ ഒരു താക്കീതായിരുന്നു ആങ്ങളയുടേത്. ഇക്കാക്ക, ഞാൻ ഉസ്താദിൻ ഷെഫിക്കാൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട. എന്നെ വീട്ടിൽ ജയിലിലിടാൻ കൊണ്ടുപോകല്ലേ? ജയിലിലിടല്ല, മൂലക്കിലിട്ട് പെരുമാറണം. അതിനെ കൊണ്ടുപോകുന്നത്. ആങ്ങളെ ദേഷ്യത്തോടെ അത് പറയുന്നു. ഇനി എങ്ങാൻ രാജേഷിനെ കാണുകയോ നീ സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബാക്കി പറഞ്ഞു തരാം. ഉമ്മ വീട്ടിലെത്തി ശക്തമായി ഉമ്മയെ വിളിച്ചു. എന്താ മോനെ ഇങ്ങനെ നിൽക്കാതെ ബെല്ലടിക്കുന്നത്? ഉമ്മ അപ്പുറത്തായിരുന്നോ? എന്താ? കാറിൽ നിന്ന് പെങ്ങളെ പിടിച്ചിറക്കി. ഉമ്മ, ഇതങ്ങളെ മുതൽ.
മോനെ ഇതെന്താ ഓള് സ്കൂളിൽ പോയില്ലെന്നേ? ഉമ്മാ, ഏതോ ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെ ഓള് വല്ല പ്ലാനിങ് ആയിട്ട് നടക്കുകയായിരുന്നു. പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കണത്? ആ ഉമ്മ, ഇതാ ഇനി ഇവളെ പുറത്തേക്ക് വിടരുത്. ഇല്ലമ്മ, ഒരിക്കലും ഇല്ല. എന്നെ നിങ്ങൾ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. മോളെ, എന്തൊക്കെ ഞാൻ ഈ കേൾക്കണടി? ഉമ്മ, നിങ്ങളാ ഉമ്മാനെ പോയൊക്കെ ചീത്ത പറഞ്ഞല്ലോ. ഇവളുടെ സ്വഭാവം കാട്ടിക്കൂട്ടിൽ ഉമ്മാക്ക് അറിയില്ലല്ലോ. അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് നടക്കണം. ഉമ്മ, എന്ത് വന്നാലും ശരി, എനിക്ക് രാജേഷിനെ മാത്രം മതി. എനിക്ക് രാജേഷിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. വേറെ ആരും എനിക്ക് വേണ്ട. എനിക്ക് അത്രക്കും ഇഷ്ടമാണ്. നല്ല മനുഷ്യനാണ് അദ്ദേഹം. അത്രക്കും സ്നേഹം വാരിക്കോരി തരുന്ന ആളാണ്. എനിക്ക് രാജേഷിനെ മാത്രം മതി. പൊന്നു മോളെ, നീ ഹിദായത്ത് നഷ്ടപ്പെടുത്തി പോവുകയാണല്ലേ? നീ ഇസ്ലാം ദീനിൽ നിന്ന് പോവുകയാണോ നീ? മോളെ, നീ ഒരു ഗർഭിണിയായ പെണ്ണല്ലേ? അതൊന്നും എനിക്ക് വേണ്ട. അതൊക്കെ ഞാൻ കളയും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പൊന്നു മോളെ, ഈ എന്തൊക്കെയാണ് പറയണത് റബ്ബേ? ഉമ്മാക്ക് ബോധം നഷ്ടമാവുകയാണ്. ഉമ്മ പഠിച്ചവന് എന്തത് കാട്ടുക? ഉമ്മയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചുകൊണ്ട് ഉമ്മ, എന്തു പറ്റി ഉമ്മ? പൊന്നു മോനെ, നമ്മളെ മോള് നമുക്ക് പോയല്ലോ, നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ. എന്നാൽ സീനത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പറയുന്നു, നിങ്ങൾ എത്ര ബോധം കിട്ടിയിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ജീവിക്കുകയാണെങ്കിൽ രാജേഷിൻ്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ. പെട്ടെന്ന് ആങ്ങളെ ചാടി വീണുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും ഞാൻ നിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അഥവാ അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഒരിക്കലും നിനക്ക് ഇക്കാക്കയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, ഉപ്പയുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നീ ഒറ്റയ്ക്ക് ജീവിതം അനുഭവിക്കേണ്ടി വരും. ഇക്കാക്ക വേണ്ട, എനിക്ക് നിങ്ങളൊന്നും വേണ്ട. എനിക്കൊരു രാജേഷിനെ മാത്രം മതി. വേറെ ഒരു ജീവിതം എനിക്ക് വേണ്ട. അത് മാത്രം മതി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് പതറിപ്പോയി. ഇല്ല, എൻ്റെ പെങ്ങൾ നഷ്ടപ്പെട്ടു. എൻ്റെ കൈകളിൽ നിന്ന് എൻ്റെ പെങ്ങളെ നഷ്ടപ്പെട്ടു. റബ്ബേ പഠിച്ചോനെ, എന്തൊരു പരീക്ഷയാണ് റബ്ബേ ഇത്. ആങ്ങള അത്രയും കരുത്തനായ അവൻ പോലും തോറ്റുപോയി അവളുടെ ആ ഒരു വാക്കിന് മുമ്പിൽ. പെങ്ങളെ, നിനക്ക് നിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള സമയമായി, വയസ്സായിരുന്നു. ഞാൻ ഇക്കാക്ക അറിഞ്ഞില്ല. എപ്പോഴും നീ എൻ്റെ കൊച്ചു പെങ്ങളാണെന്നുള്ള ചിന്തയാണ് എനിക്ക്. അറിഞ്ഞില്ല. നീ വലിയ കുട്ടിയായല്ലേ. ഒരിക്കൽ പോലും ഉപദേശിക്കാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അതെ, മദ്രസയിലേക്ക് കൈപിടിച്ച് നിന്നെ കൊണ്ടുപോകുമ്പോൾ, കിതാബുകൾ പഠിക്കുമ്പോൾ, ഫാത്തിഹ ഓതുമ്പോൾ ഞാൻ നിനക്ക് ഓതി തരുമായിരുന്നു. ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു ഓരോ അക്ഷരങ്ങൾ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ദീനും വിട്ട് നീ ഒരു അമുസ്ലിമിൻ്റെ കൂടെ പോകുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇക്കാക്ക് വെറും പൊട്ടനായി മാറി. അതെ, നീ എൻ്റെ കൊച്ചു പെങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ എൻ്റെ കൊച്ചു പെങ്ങളല്ല. നിനക്ക് എല്ലാം തിരിഞ്ഞു. ഈ ലോകത്തുള്ള ഇതെല്ലാം നിനക്ക് മനസ്സിലായി. നമ്മുടെ പരിശുദ്ധ ദീനും ഖുർആനും ഹബീബിൻ്റെ സുന്നത്തും അതൊന്നും നീ പഠിച്ചെല്ലാം മറന്നുല്ലേ? ഇക്കാക്ക് നിൻ്റെ കുഞ്ഞു വിരൽ പിടിച്ച് ഖുർആൻ ഓതി തന്നതും മദ്രസയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയതും അതെല്ലാം നീ മറന്നു. അത് നീ വലിയ കുട്ടിയായല്ലോ. ഇനി വരില്ല മോളെ. നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. എനിക്കാക്ക് വരില്ല. അതേ, തൊട്ടു പോകരുത് എന്നെ എൻ്റെ രാജേഷിനെയും. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇനി വരരുത് ഞങ്ങളുടെ അടുക്കിലേക്ക്. അവളുടെ ആ വാക്ക് അവൻ്റെ നെഞ്ചത്താണ് തറച്ചത്. നീ ആരാ അതൊക്കെ ചോദിക്കാൻ? ഏതോ ഒരു ആങ്ങളയുടെ ബന്ധമെന്ന് പറഞ്ഞ് കാലാകാലം എന്നെ ഭരിക്കാമെന്ന് വിചാരിച്ചോ? എനിക്കുമില്ലേ ജീവിത സുഖം അനുഭവിക്കുക? എനിക്കും വേണ്ടേ എൻ്റെ എൻജോയ്മെൻറ്റിനനുസരിച്ച് ജീവിക്കുക? എന്നും കാലാകാലം നിങ്ങളുടെ അടിമയായി ജീവിക്കണം എന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല ഇക്കാക്ക. ഒരിക്കലും നിങ്ങൾ ഇക്കാക്കയായി ഞാൻ അംഗീകരിക്കുന്നില്ല. ഇന്നു മുതൽ നിങ്ങളെ ഇക്കാക്കയെന്ന് വിളിക്കില്ല. നിങ്ങളെ പേര് വിളിക്കും. ഇക്കാക്കെന്ന് പകരം ഞാൻ ഷിഹാബെന്ന് നിങ്ങളെ തന്നെ വിളിക്കും. അതെ ഷിഹാബ്, ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. ഞാനും എൻ്റെ രാജേഷ് ഏട്ടനും സുഖമായി ജീവിക്കുന്നത് തടയാൻ ഷിഹാബ് വരരുത്. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഇക്കാക്കയല്ല. അത് കേട്ട് അവൻ പൊട്ടിക്കരഞ്ഞു. അതെ, അവൾ എൻ്റെ പേര് വരെ വിളിച്ചു പറഞ്ഞു. ഇക്കാക്ക എന്ന് പറഞ്ഞ് വിരലിൽ തൂങ്ങിക്കൊണ്ട് നടന്നിരുന്ന അവൾ ഇപ്പം എനിക്ക് ആരുമല്ലാതെയായി. അവൾ എൻ്റെ അന്യായി. ഷിഹാബേ, നിന്നോട് പലവട്ടം പറയണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. എനിക്ക് എൻ്റെ ജീവിതം
എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങളെല്ലാവരും തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടാനുള്ളത്? ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. എനിക്ക് ആരും വേണ്ട, ഉമ്മയും വേണ്ട, ഉപ്പയും വേണ്ട, എൻ്റെ ഭർത്താവും വേണ്ട, ആരും വേണ്ട, ഞാൻ ജീവിക്കും. ശിഹാബ് ഈ ഒരു കാര്യത്തിൽ ഇനി ഇടപെടരുത്. പെങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് തളർന്നു പോയി അവൻ. ഉമ്മ മതി, കഴിഞ്ഞു, എൻ്റെ റോള് കഴിഞ്ഞുമ്മ. അവൻ കണ്ണീരോടെ ഉമ്മയോട് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുവാൻ നിൽക്കുന്നു. ഉമ്മ, എൻ്റെ റോള് കഴിഞ്ഞു മോനെ, എൻ്റെ കുട്ടി കൂടി പോയാൽ എനിക്കാരാ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഉമ്മ പറയുന്നത് കേട്ടിട്ട് അവൾ പറഞ്ഞു, അതെ, തള്ള എന്ന് പറഞ്ഞാൽ പോരാ, മക്കളുടെ ചില കാര്യങ്ങൾക്ക് സപ്പോർട്ട് വേണം, എങ്കിലേ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. മോളെ, ഹിദായത്ത് നഷ്ടപ്പെടുത്തല്ലേ മോളെ. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.